നമ്മളൊരു മൊബൈൽ വാങ്ങിച്ചതെന്ന് വിചാരിക്കുക. മൊബൈൽ വാങ്ങിച്ച് അവിടെ വീട്ടിൽ വെച്ചിരുന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയണം, എന്നിട്ടത് ഉപയോഗിക്കണം. അപ്പോൾ ദൈവം തന്നിട്ടുള്ള ദാനങ്ങൾ, ടാലൻസ്, ഗിഫ്റ്റ്സ് നമ്മൾ ഉപയോഗിക്കണം. താലന്തുകളുടെ ഉപമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. താലന്തുകൾ കൊടുക്കപ്പെട്ടിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകൾ, ദാനങ്ങൾ നമ്മൾ സ്വീകരിച്ച് അത് നമ്മളിൽ വളരാനായിട്ട് അനുവദിച്ച് അത് ഉപയോഗിച്ച് വർദ്ധിപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരാകണം. ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷത്തെ പറ്റി ദൈവവചനത്തിൽ പറയുന്നുണ്ട്. സദാ ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. സ്ട്രീം സൈഡ് റൂട്ടിങ്, ആറ്റുതീരത്തെ വേരൂന്നൽ. ആറ്റുതീരത്താണ് വേരൂന്നി ഇരിക്കുന്നതെങ്കിൽ ആ വൃക്ഷത്തിന് സദാസമയം വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കും, സദാസമയം ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഹനത്തിൻ്റെ തീച്ചൂളയിലും നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ മനസ്ഥൈര്യം എന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ആവശ്യമുണ്ട്.